ഇവിടെ ഞാൻ ഒരു കുടുംബശ്രീ ലെവലിലുള്ള ഒരു കഥ പറഞ്ഞുതരാം. ഇത് സാങ്കല്പിക മാത്രമാണ് ഈ കഥ എന്ന് പറയുന്നത്. ഒരാളുടെ ഒരു ഭാര്യയുടെ ഭർത്താവിന് ഒരു അപകട മരണം ഉണ്ടാവുന്നു. അപ്പം നഷ്ടപരിഹാരം കിട്ടുകയാണ്, ഒരു ജോലി കിട്ടുകയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഒരു ജോലി കിട്ടി, അവൾക്ക് ജോലി കിട്ടി. ഇനി ചിലപ്പോൾ അവളെ ആൾക്കാർ സഹായിക്കും. അവൾ നല്ല പൈസ, നമ്മളിപ്പോൾ കേരളത്തിൽ കാണുന്നില്ലേ, കോടികൾ വന്ന് നിറയും അവളുടെ അക്കൗണ്ടിൽ. പക്ഷേ അതൊക്കെ അവൾക്ക് എന്തിന്? നമ്മുടെ സഹോദരൻ പോയില്ലേ, ഇനി എന്തിനാണ് അവൾക്ക് ഇത്രയും കോടികൾ? അവൾ അങ്ങനെ എത്രയും രക്ഷപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചിന്താഗതി കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും അവർ ചോദിക്കുകയാണ് ഈ ഭാര്യയോട്, എടീ നമുക്ക് എന്തിനാ അവൻ്റെ പൈസ? നമ്മൾ എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരുടെ തെണ്ടാൻ പോകുന്നത്? നമ്മളെന്താ തെണ്ടികളാണോ? അപ്പം അവൾ പറയുകയാണ്, അത് ശരിയാണല്ലോ, നമ്മൾ അങ്ങനെ തെണ്ടികൾ എങ്ങനെയാണോ അവിടെ ഏട്ടാ? അത് നമ്മൾ അവൻ്റെ പേരിൽ പൈസ പിരിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ എന്ത് വിചാരിക്കും? അവൻ്റെ ഒരു ഇതിലാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരുന്നതെന്നും അവനാണ് നമ്മളെ നോയിക്കൊണ്ടിരുന്നതെന്നും അവൻ്റെ പേരിൽ നമ്മൾ പൈസ പിരിക്കുമ്പോൾ നമ്മളൊരു തെണ്ടികളായിട്ടല്ലേ ആൾക്കാർ കാണുള്ളൂ, അങ്ങനെ നമ്മൾ കാണുള്ളൂ എന്ന് സഹോദരനും അളിയനും സഹോദരിയും കൂടെ ഈ ഭാര്യയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അതിനോടൊപ്പം അവൻ്റെ സഹോദരനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എടാ അവന് 75,000 ശമ്പളം ഉണ്ടെന്ന് പറയുന്നത്, അപ്പം നീ അവൻ്റെ ചിലവിൽ കഴിഞ്ഞതല്ലേ അവർ വിചാരിക്കുള്ളൂ. അതെങ്ങനെ ചേട്ടാ? എടാ 75,000 ശമ്പളം അവൻ എങ്ങനെ കിട്ടി? അഥവാ അവന് 75,000 ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്തു? അത് നിങ്ങളെ പഠിപ്പിച്ചു എന്നൊക്കെയല്ലേ അവർ പറയുന്നത്. നീ പഠിച്ചിട്ടുണ്ടോ? നീ 3 വർഷം 4 വർഷം ആയില്ലേ നീ പഠിത്തം നിർത്തിയിട്ട്? അവൻ ജോലിക്ക് കയറിയിട്ട് എത്ര കൊല്ലമായി? ഇപ്പോഴും അവൻ അവിടെ നിന്ന് പൈസ വാങ്ങിച്ച് നമ്മളെ ചിലവാക്കുന്നതല്ലേ ആൾക്കാർ വിചാരിക്കുള്ളൂ. അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ, അങ്ങനെ വിചാരിക്കും. പിന്നെ നിനക്ക് എന്തറിയാം? അങ്ങനെ വിചാരിക്കും. നമ്മളൊരു തെണ്ടുകളായിട്ടായിരിക്കും ആൾക്കാർ കാണും. നമ്മൾ ഇത് ഒരു മരിച്ച ആളുടെ പേര് നമ്മൾ പൈസ പിരിക്കുന്നവരെ ആൾക്കാർ കാണും. അതുകൊണ്ട് നമുക്ക് ആ പൈസ ഒന്നും വേണ്ട കേട്ടോ, അത് നമുക്ക് വാങ്ങിണ്ട. ആരുടെ പൈസ നമുക്ക് വാങ്ങിണ്ട. നിനക്ക് ജോലി കിട്ടിയല്ല, അത് മതി. ആ ജോലി വെച്ച് നമുക്ക് ജീവിക്കാം. അല്ലാതെ ഇനി ആരുടെയും പൈസ ഒന്നും വാങ്ങിക്കല്ലേ. രക്ഷപ്പെട്ട്. അവൾ പൈസയും വാങ്ങിക്കില്ല, അവൾ രക്ഷപ്പെടേയില്ല. പിന്നെ കോടികൾ വാങ്ങിക്കാൻ പോകണം എന്നും പറഞ്ഞുകൊണ്ട് അളി മനസ്സിലൊരു നെടുവേർപ്പ് ഇട്ടുകൊണ്ട് പോകുന്നു. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ സംഭവിച്ചല്ലേ. എന്നാൽ ആ കൊച്ചിന് കിട്ടാനുള്ളത് എങ്ങനെയും കിട്ടിപ്പോട്ടെന്ന് വിചാരിക്കുന്ന ഒരു കുടുംബാംഗങ്ങളല്ല. അവരൊന്നും കിട്ടാൻ പാടില്ല, അവൻ മരിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ഒരു പൈസയും വേണ്ട. പൈസ കിട്ടിയെന്ത്? അവർക്കും അവളെ കൊച്ചിനും കിട്ടും. അതല്ലാതെ ഇവനൊക്കെ എന്തിനും കിട്ടും? ഇവനൊന്നും അതാരും കൊടുക്കൂല. അപ്പം അവൾ രക്ഷപ്പെടും. നമുക്കിത്ര ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് നമുക്കിത്ര ആയുള്ളൂ. അവളിനി ഒരു മരണത്തിൻ്റെ പേരിൽ അവൾ കോടീശ്വരി ആകണ്ട എന്നുള്ള രീതിയിൽ പെരുമാറിയതായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ആവാനേ വഴിയുള്ളൂ.